വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ. അപ്പൊ എന്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് അമ്മയുടെ സാരി കളക്ഷൻ കാണാൻ. അത് വെറും സാരി കളക്ഷൻ അല്ല, നല്ല കാഞ്ചീപുരം പോലുള്ള നല്ല അടിപൊളി സാരീസ് കാട്ടിത്തരുന്ന കുറേ നാളത്തെ ആഗ്രഹം കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ ഫ്രീ ആയിട്ടൊക്കെയാണ്, വാക്കുട്ടികളും എല്ലാവരും ഉറങ്ങി, എല്ലാ പണികളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു സ്വസ്ഥതയും സമാധാനമായിട്ട് അമ്മയുടെ വീഡിയോ എടുത്ത് തരണേ. അപ്പൊ ഞാൻ കാട്ടിത്തരാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, വേറെ കുറേ സാരീസ് ഉണ്ട് നമ്മുടെ അലമാരിയിലുണ്ട്, അതും ഞാൻ അവസാനമായിട്ട് കാട്ടിത്തരാം കേട്ടോ. അപ്പൊ ഇതാട്ടോ ഒരു കാഞ്ചീപുരത്തിന്റെ ട്രഡീഷണൽ ടൈപ്പുള്ള സാരി, ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാരി ആട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ടോ. ഒരു ഓഫ് വൈറ്റ് കളറില് റെഡ് കളറ് ബോർഡർ വന്നിട്ട് നല്ല അടിപൊളി സാരി ആട്ടോ. ഇതിന് പല കളർ ചേഞ്ചസ് അമ്മയ്ക്ക് ഒരു സാരി ഇഷ്ടമാണെങ്കിൽ അതിന് പല കളർ ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് ട്രഡീഷണൽ ആണല്ലോ, അപ്പോൾ പക്ക ട്രഡീഷണൽ കാഞ്ചീപുരം സാരിയാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇങ്ങനത്തെ സാരി നമ്മുടെ ചന്ദ്രമുഖി ബൈ അഞ്ജലിയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് DM ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ സാരീസൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ. എനിക്കറിയില്ലല്ലോ നിങ്ങളുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊരു വേറൊരു ഓഫ് വൈറ്റ്, ഇത് ഇത്രയും കൂടെ ഓഫ് വൈറ്റ് ആണ്. ഇത് ജസ്റ്റ് ഒരു വൈറ്റ് കളറിലും പേളിഷ് കളറിൽ ഗ്രീൻ കളറിൽ വരുന്ന ഒരു കാഞ്ചീപുരം സാരി കേട്ടോ. ഇതും ഇതിന്റെ സെയിം കളർ ചേഞ്ച് ആണ്. ഇതും നല്ല ഭംഗിയാട്ടോ. നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അമ്മ കുറേ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഇപ്പോൾ എന്താ പറയാ, കേടാവോ കാര്യങ്ങളോ അങ്ങനെ കസവിന് വല്ല കേടുപാട് വരും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഇത് വേറൊരു കളർ ചേഞ്ച് ആണ്. കിളിപ്പച്ചയിൽ വരണ ഒരു റെഡ് കളറ് ഇത് വരുന്ന സാരി കേട്ടോ. ഇതും നല്ല ഭംഗിയാട്ടോ. ഓരോന്ന് എടുക്കുമ്പോൾ ഓരോന്നിനെക്കാട്ടും അടിപൊളി ഭംഗിയാണ്. ഇതാണ് നമ്മുടെ ഉള്ളില് ബോഡി, ഇതല്ലമ്മ, ഇതാണ് ബോഡി വരണത്. പിന്നെ ഇതാണ് നമ്മുടെ എന്താ പറയാ ബോർഡറും കാര്യങ്ങളൊക്കെ വരണേ കേട്ടോ. അപ്പൊ ഇതിനാണെങ്കിൽ ഇതുപോലെ വലിയ കസവില്ല, വേറൊരു കസവ് ഉണ്ട് കേട്ടോ. കസവുള്ളത് തന്നെയാണ്. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് അമ്മയുടെ സാരീസിൽ ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് പോയിട്ടിരിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾക്ക് അത്യാവശ്യം എക്സ്പെൻസീവ് ആട്ടോ. തീരെ ഇതല്ല കാഞ്ചീപുരം സാരി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ. അപ്പൊ നോക്ക്, ഇത് അടിപൊളി, എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട് ഓരോ റീൽസ് ചെയ്യാനും ഒക്കെ ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഈ കിളിപ്പച്ചയിൽ റെഡ് വന്നതും അതുപോലെ തന്നെ ഈ കരിമ്പച്ചയിൽ ഈ റെഡ് വന്നതൊക്കെ എനിക്ക് ഭയങ്കര നോക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇത് വേറൊരു, എൻ്റെ അമ്മ ഓരോ സാരി കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആട്ടോ. ഞാനിപ്പോ എന്താ പറയാ, മേക്കപ്പ് ഒന്നും ഇടാണ്ടായിട്ട് ഇട്ടേക്കണം. അപ്പൊ ഞാൻ വെച്ച് റോ ആയിട്ട് കാട്ടിത്തരാം. അതിന്റെ ഭംഗി നമുക്ക് കുറെ പുട്ടൊക്കെ ഇട്ടിട്ട് കാട്ടിത്തരേക്കാട്ടും ഭേദം നല്ല റോ ആയിട്ട് നല്ല അടിപൊളി സാരീസ് ഒക്കെ കാട്ടിത്തരാന്ന് വെച്ചിട്ടോ. ഇത് കണ്ടോ, ഇത് അമ്മയുടെ വേറൊരു കളക്ഷൻ ആയിട്ട്. ഇതും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു, ആ ബ്ലൂ ഇല്ല കണ്ടില്ലല്ലോ. ബ്ലൂ ഉണ്ട്, അത് ഞാൻ മോസ്റ്റ് കോമൺ ആയിട്ട് എടുക്കാറുള്ളതാണ്. ഇതൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും, ഇനിയിപ്പോ എനിക്കിപ്പോ ഒരു പെൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതിനും എടുക്കാൻ പറ്റും കേട്ടോ, സൂക്ഷിച്ചിട്ട്. അത്രയും അടിപൊളി മെറ്റീരിയലാണ്, പിന്നെ നല്ല ക്വാളിറ്റിയും ആണ് കേട്ടോ. അപ്പം ഇതാണ് വേറൊരു കളർ ചേഞ്ച്. പിന്നെ ഇതും വേറൊരു കളർ ചേഞ്ച് കേട്ടോ. നല്ല മാമ്പഴ മഞ്ഞയില് നല്ല പിങ്ക്, റാണി പിങ്ക് അല്ലല്ലോ ഇത്, റാണി പിങ്ക് പോലത്തെ ഒരു പിങ്ക് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഞാൻ ആലോചിക്കാണ്, എനിക്ക് വളക്കാപ്പ് അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാനിതുപോലത്തെ വെറൈറ്റി ഒക്കെ എടുക്കൂട്ടോ. നമ്മൾക്ക് എന്താണെന്നറിയില്ല, നമ്മള് അങ്ങനെ എടുക്കണമെന്നില്ല. പക്ഷെ ഇത് കണ്ടില്ലേ, അടിപൊളിയാട്ടോ. ഈ സാരി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി അടുത്തത് ഇത് നല്ല നേവി ബ്ലൂവില് ഒരു ബ്ലൂ കളർ വരണ ഒരു സാരി കേട്ടോ. ഈ കോമ്പിനേഷൻ നോക്കാം. അമ്മയ്ക്കാണെങ്കിൽ സാരി മാത്രമല്ല ഡ്രസ്സിന്റെ ആണെങ്കിലും അടിപൊളി കളർ കോമ്പിനേഷനും നല്ല കളർ സെൻസും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ അമ്മയ്ക്ക് അതൊക്കെ നല്ല സെൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഭാഗ്യത്തിന് എനിക്ക് വേറെ സാരി, സത്യം പറഞ്ഞാൽ പട്ട് സാരി ആണെങ്കിലും വേറെ ടൈപ്പ് സാരി ആയിട്ട് എനിക്ക് വേണ്ടിയിട്ട് എടുക്കണം എന്നില്ല. ജസ്റ്റ് ഇതിനൊക്കെ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടാൻ മതി കേട്ടോ. ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയാലേ, അടിപൊളിയാണ്. വെച്ച് തരേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആട്ടോ. ഇത് ഓരോന്നും എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മെച്ച കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ സാധാ, ഇതൊക്കെ കാഞ്ചീപുരം ആണെങ്കിൽ ഇതൊക്കെ നോർമൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സാരിയാണ്. പക്ഷെ നിങ്ങൾ ഈ കളർ കോംബോ നോക്ക്, നല്ല വയലറ്റിൽ നല്ല ഗ്രീനൊക്കെ കണ്ടില്ലേ, നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ. ഇതാണെങ്കിൽ ഉടുക്കാനും നല്ല സുഖമായിട്ടുള്ള ടൈപ്പുള്ള മെറ്റീരിയലുള്ള തുണിയാണ്.
അപ്പൊ ഇതിന്റെ ബ്ലൗസും ഇത് സംഭവം തന്നെയാണ് കേട്ടോ വരണേ. അപ്പൊ പേരൊക്കെ അല്ല, ഇത് എന്താണെന്ന് അറിയാം എനിക്ക് ഏത് മെറ്റീരിയലാന്ന് എനിക്കറിയില്ല കേട്ടോ അതേതാന്ന്. പിന്നെ ഇത് കോട്ടൺ സിൽക്ക് ആട്ടോ ഇത് ഒരു കാഞ്ചീപുരം തന്നെ. ഇതും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള അമ്മയുടെ സാരി കേട്ടോ. നല്ല നോക്കെന്റെ അമ്മ, ഇതും ഞാൻ ഉടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടിക്ടോക്ക് ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള സമയത്ത് ഞാനിതൊക്കെ ഉടുക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണോ ഇത്? ഇത് റാണി പിങ്ക് കളറാട്ടോ. ഇതെന്ന് കണ്ട ഇതിന്റെ കസവും കാര്യങ്ങളും ഇത് ഉടുത്താൽ തന്നെ ഉണ്ടല്ലോ. ഇത് ഞാൻ ഇപ്പൊ അടുത്തല്ല മുന്നേ ഞാനിത് ഉടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സാരി ആട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. പിന്നെ വേറെ ഇനി തീർന്നിട്ടില്ല കേട്ടോ. ഇനി ഇതൊരു മാമ്പഴം മഞ്ഞയില് വരണം. അത് വേറൊരു മാമ്പഴം മഞ്ഞാണെങ്കിൽ ഇതൊരു വെറൈറ്റി മാമ്പഴം മഞ്ഞ കേട്ടോ. ഇതിങ്ങനെ വയലറ്റ് കളർ കോംബോ കണ്ടില്ലേ? ആ കളർ കോംബോയിലാണ് എല്ലാതും ഇരിക്കണത്. അമ്മ എടുക്കണേലൊക്കെ ഒരു എന്താ പറയാ വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു നന്നായി എല്ലാവർക്കും ചേർന്ന് പോരുന്ന ടൈപ്പ് ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ. ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിലും ഫെയർ സ്കിൻ ടോൺ ആണെങ്കിലും എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നത്. ഇതിനാണെങ്കിൽ ഒരു ഭയങ്കര ഫാഷൻ ആയിരുന്നു. അതായത് ഈ കസവില്ലാത്ത ടൈപ്പ് സാരി ഒരു ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ട്രെൻഡിങ് ആണ്. കണ്ട അങ്ങനത്തെ ഒരു സാരി ആട്ടത്. ഇതും ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര നമുക്ക് ഉടുത്തങ്ങനെ ഒട്ടി കിടക്കുന്നൊക്കെ പറയില്ലേ, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന സാരി ആട്ടോ ഇത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനത്തെ സാരി ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. പിന്നെ ഇതമ്മ സ്കൂളിലൊക്കെ എടുക്കാനുള്ള സാരിയാണെന്നുള്ളു. ഫംഗ്ഷനൊക്കെ വരുമ്പോ ഒരു സ്കൂളിൽ അവർക്ക് ഓരോ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് അമ്മ എടുക്കണം. നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു പിങ്ക് കളറിലുള്ള ഒരു സാരി കേട്ടോ. എനിക്ക് പക്ഷെ ഇതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം മറ്റേ ഇടിവെട്ട് കളർ കോമ്പിനേഷൻ ഒക്കെ ഉള്ള സാരീസ് ആയിട്ടൊക്കെ ഇഷ്ടം. ഇതും അതുപോലെ തന്നെ ഒരു ബ്ലൂ കളറായിട്ടുള്ള ഒരു സാരിയാണ്. ഇതമ്മ എപ്പോഴും ഒരെണ്ണം എടുക്കണ ഞാൻ കാണാറുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി. ഏതാ? ഇത് ഒറിജിനൽ കാഞ്ചീപുരം എന്നാണ് അമ്മ പറയണേ. ഞാനിത് അധികം നിർത്താം. ലക്ഷ്മി കട്ട് ചെയ്ത ഇത് അമ്മയുടെ വേറൊരു അടിപൊളി സാരിയാണ്. ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരിയാണ് നമ്മ പറയണത്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കൂടുതൽ ഇഷ്ടം ആ ടൈപ്പ് ട്രഡീഷണൽ ആട്ടോ. ഇത് പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട്, നമുക്ക് അധികം കാനൊന്നും ഇല്ലാത്ത ടൈപ്പ് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഈ സംഭവം പറയുകയാണെങ്കിൽ ഈ സാരിയുടെ. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്ന് പറ്റാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഷൂട്ടും കൂടി ഇതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്ത് കാട്ടിത്തരാം കേട്ടോ. അമ്മയ്ക്കൊരു മേക്ക് ഓവറൊക്കെ കൊടുക്കുക കുറേ നാളെ കൊടുത്തിട്ട് അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇതെൻ്റെ അമ്മ ഒരെണ്ണം എപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇടാറുള്ളതാട്ടോ. കാരണം അത്രയും ഭംഗിയാണ് അമ്മയ്ക്ക് ഇത് എടുക്കുന്ന സമയത്ത്. ഇത് ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിലും ഈ ഇരുനിറക്കാർക്കാണെങ്കിലും കളറുള്ളവർക്ക് നമ്മൾ വിചാരിക്കും ഈ കളർ കാണുമ്പോൾ കളറുള്ളവർക്ക് മാത്രമാണ് ഈ കളർ അല്ല കേട്ടോ. ഒത്തിരി ഡസ്കി ആയിട്ടുള്ള സ്കിൻ ടോണുകാർക്കും നല്ല അടിപൊളി നല്ല ലോങ് ചെയിനൊക്കെ ഇട്ടിട്ട് പോവാണെങ്കിൽ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ഗോൾഡൻ കളർ ഇതിങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോൾ പ്രത്യേക ഭംഗിയാട്ടോ. ഈ സാരി എടുത്തിട്ട് ഞാനിവിടെ അമ്മയുടെ ഫോട്ടോ ആ സാരിയാണോ അമ്മ മറ്റേ ബ്ലൂ കാട്ടി കൊടുത്തേ? ഞാൻ കുറച്ച് നേരത്തെ മുന്നേ കാട്ടി തന്നിട്ടുള്ള സാരി ആട്ടോ നീ അമ്മ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കേട്ടോ. എനിക്കിട്ട് വന്നോളൂ അമ്മ. പിന്നെ ഈ ഒരു സാരി അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തതാട്ടോ അമ്മയുടെ ചേച്ചി. അമ്മയുടെ ബർത്ത്ഡേ ഇപ്പൊ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള കേട്ടോ. ഇത് കണ്ടോ അടിപൊളിയായിട്ടുള്ള സാരി ആട്ടോ. കണ്ടോ എനിക്ക് എന്ത് ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഉടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനാട്ടോ ഇനി ഉടുക്കാൻ പോണേ. കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ഇതിങ്ങനെ കുറച്ചിങ്ങനെ ത്രെഡ് വർക്കൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു യെല്ലോ കളർ സാരി ആട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ അമ്മ ഉടുത്തതിന് ശേഷം ഞാൻ ഉടുക്കുന്നതായിരിക്കും കേട്ടോ. ഇത് അമ്മ ഓൾറെഡി എടുത്തിട്ടില്ല, ഇനി ഞാൻ എന്തായാലും ഉടുക്കുന്നതായിരിക്കും ഈ സാരി. ഇനി അപ്പൊ ഇവിടുത്തെ കുറച്ച് കളക്ഷൻസ് കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കി ഇവിടെ 2-3 സാരി പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് സാരി ഉണ്ട്, അതും കാട്ടിത്തരാം കേട്ടോ. ഇതാണെങ്കിൽ ഇതും വേറൊരു വാടാർമല്ലി എന്നാ പറയണതല്ല, നല്ലൊരു മാമ്പഴമഞ്ഞല്ല അല്ലേ, മാമ്പഴമഞ്ഞ പോലത്തെ ഒരു മഞ്ഞ കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ അമ്മ ഇന്ന് വേണമെങ്കിൽ ഈ സാരി എടുത്തോ, ഞാൻ വേണമെങ്കിൽ മാമ്പഴമഞ്ഞ എടുക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു മാമ്പഴമഞ്ഞ വരുന്ന സാരി കണ്ടെങ്കിൽ തുന്തുരൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇതും നല്ലൊരു ഉടനെ എൻ്റെ അമ്മ എപ്പോഴും എടുക്കാനുള്ള സാരിയാണ് ഇത്. ഞാനിനി എന്തെങ്കിലുമൊക്കെ ഇത് വരുമ്പോൾ ഞാനും എടുക്കാമെന്ന് വിചാരിക്കുന്നു. കണ്ടോ എൻ്റെ ഉള്ളിൽ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ കളേഴ്സ് എന്ത് ഇഷ്ടമാണെന്നറിയോ. ഞാൻ ആലോചിക്കായിരുന്നു വേറെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ സാരി
അല്ലെങ്കിൽ ഈ സാരി തന്നെ എടുക്കണമെന്ന് കണ്ടെങ്കിൽ ഇങ്ങനത്തെ കളറ്, അതായത് ഭയങ്കര ബ്രൈറ്റ് യെല്ലോ അല്ല, ഭയങ്കര ലൈറ്റും അല്ല, ഒരു പ്രത്യേക ടൈപ്പ് യെല്ലോയിഷ് വരണ ഒരു ഷെയ്ഡാട്ടോ. നമ്മുടെ സ്വർണത്തിന്റെ അങ്ങനത്തെ കളറും അല്ല, ഭയങ്കര എടുത്ത് നിൽക്കാത്ത ടൈപ്പാട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്കൊരു കല്യാണം അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ സാരി ഇതും വേറൊരു ടൈപ്പാണ്. ഇത് ബ്രൊക്കേഡ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് അമ്മയ്ക്ക് കുറേ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ അത് ആർക്കൊക്കെ കൊടുത്തു തോന്നുന്നുണ്ട്. പിന്നെ അതിന്റെ ട്രെൻഡൊക്കെ പോയി. ഇതാണ്, ഇത് ഞാൻ പിന്നെ കാട്ടി കൊടുത്തതല്ല. ഇതാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള അമ്മയുടെ സാരികള്. 2-3 കൂടി ഉണ്ട്. അത് പിന്നെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തേക്കാൻ തോന്നൂലേ, അത് 2-3 ഉണ്ട് കേട്ടോ. ഇതാണ് അടിപൊളിയായിട്ടുള്ള ഒരു സാരി കേട്ടോ. എൻ്റെ അമ്മ, ഇത് നിങ്ങൾ നോക്ക്, ഇത്രയും വലിയ കസവായിട്ട് ഇതിന്റെ കളർ തന്നെ നിങ്ങൾ നോക്ക്, കളർ കോമ്പിനേഷൻ അടിപൊളി സാരി കേട്ടോ. കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ആ ബ്ലൂനെക്കാട്ടും ഇഷ്ടമായത് ഈ വർക്ക് കേട്ടോ. അടിപൊളിയാണ് ഇത് എടുത്തിട്ട്. അമ്മയാണെങ്കിൽ വലിയ ചെയിനൊക്കെ ഇട്ടിട്ട് ഇത് എടുത്തു പോകുമ്പോൾ ഒരു വേറൊരു റോയൽ ലുക്കാട്ടോ ഈ സാരി എടുക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇതും നല്ല വില കൂട്ടിയിട്ടുള്ള ഒരു ടൈപ്പ് സാരി കേട്ടോ. കണ്ടില്ലേ, ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നല്ല സ്വർണത്തിന്റെ ഇതുപോലെയായിട്ടുള്ള ഇത് എന്നിട്ട് അമ്മ പറയാ ബ്രൊക്കേഡ് തന്നെ ഇത്തിരി കൂടി ഇതായിട്ടുള്ള അതിന്റെ ബോഡി കാണിച്ചു കൊടുക്കും. അതിന്റെ ബോഡി കണ്ടിരുന്നേ, ബ്ലൗസ് കണ്ടില്ലേ, ബ്ലൗസും ഇങ്ങനെ ഇതായിട്ട് ബോഡി ഞാൻ ഇപ്പൊ കാട്ടിത്തരാം കേട്ടോ. ഇതല്ലേ ബോഡി പറയണത്, മുന്താന്. എനിക്ക് ബോഡി സത്യം പറയാ ഏതാന്ന് അറിയുന്നില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതാട്ടോ വരണേ എൻ്റെ അമ്മ, അടിപൊളിയാട്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇതാട്ടോ, ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള സർപ്രൈസ് ഞാൻ പൊളിക്കുകയാണ്. നമുക്ക് അമ്മയുടെ അലമാരി കൂടി കാട്ടിത്തരാം കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു, അമ്മ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണോണ്ട് അമ്മ ഒരു 10 എത്ര വർഷമായി അമ്മ ടീച്ചിങ്? 16 വർഷം അമ്മ ടീച്ചിങ് ഇതില് ടീച്ചറായിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ടീച്ചേഴ്സ് നമുക്ക് അറിയാലോ, ചുരിദാറൊന്നും ഇട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ എപ്പോഴും സാരീസ് കുറെ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും എന്തോരം സാരി അതല്ല, അമ്മ ടീച്ചർ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഇതൊക്കെ അമ്മയുടെ വേറെ ഓരോ ഫങ്ഷൻസിനൊക്കെ അമ്മ എടുക്കണത്. അല്ലാണ്ട് തന്നെ അമ്മ ടീച്ചർ ആയതുകൊണ്ട് അമ്മയ്ക്ക് പല ടൈപ്പിലുള്ള കോട്ടൻ്റെ ആണെങ്കിലും വേറെ ടൈപ്പിലുള്ള കുറേ സാരീസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാട്ടിത്തരാം, ഓരോന്ന് എടുത്ത് കാട്ടില്ല. പിന്നെ എൻ്റെ കുറച്ച് സാരിയൊക്കെ ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ട്, പിന്നെ മേലും ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാട്ടിത്തരാം കേട്ടോ. അതെ, ഇതാട്ടോ ഞാൻ പറഞ്ഞ അലമാരി. അപ്പൊ ഇതാണ് അമ്മയ്ക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുത്തതാട്ടോ, അമ്മയുടെ അച്ഛനും അമ്മയും കൂടിയിട്ട്. അന്നത്തെ പണ്ടത്തെ കാലത്ത് ഓരോ ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതാട്ടോ അമ്മയുടെ സാരി കളക്ഷനും കാര്യങ്ങളും ഒക്കെ. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടോ, അയ്യോ നീ പറഞ്ഞ അത്ര കുറേ അങ്ങോട്ടൊന്നുമില്ല, കുറേ ശരിക്കും ഉണ്ടായിരുന്നു. ഇതും ഉണ്ടായിരുന്നു അപ്പുറത്തെ ഷെൽഫിൽ. പിന്നെ മേലും ഉണ്ട് കേട്ടോ അപ്പൊ കുറച്ച് സാരികള്. പിന്നെ കുറേയൊക്കെ കൊടുത്തു നമ്മൾ, കുറേ എന്താ പറയാ എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാണ്ട് എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ആവശ്യമുള്ളവർക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ സാരിയൊക്കെ. അപ്പോൾ ഇത് നോക്ക്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ നല്ല സാരികളൊന്നും അധികം കൊടുക്കണ്ട, എല്ലാം നല്ലത് തന്നെയാണ്, അത് കൊടുക്കാത്തൊക്കെയാണ് അമ്മ കൊടുക്കേണ്ട. കാരണം ഞാൻ വലുതായി വരല്ലേ, എനിക്ക് സാരി എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ കുറേ സാരികളൊന്നും ഞാൻ മേടിക്കാറില്ല. അപ്പം അമ്മയുടെ സാരി തന്നെയാണ് ഞാനിപ്പോൾ ഓരോന്നും എടുക്കാറ് കേട്ടോ. എനിക്ക് വല്ലപ്പോഴൊക്കെ എനിക്ക് തോന്നുമ്പോൾ എനിക്ക് വേണമെന്നും വേണ്ടി മേടിക്കുക, അല്ലാണ്ട് ഞാനായിട്ടൊന്നും എടുക്കാറൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് അമ്മയുടെ സാരി കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഒരു അസെറ്റാണ് സത്യം പറഞ്ഞത്. ഇത് ഞാനിനിപ്പോ എന്താ പറയാ എടുക്കണേ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് അമ്മയുടെ സാരി കളക്ഷനും കാര്യങ്ങളും. അതൊക്കെ